Hello students, welcome back to Ways with Words, our English common paper A02. Let's start the class today. I am going to teach you a new poem titled as The House of My Childhood, written by Dilip Chitre. Okay, now let's familiarize the author. Dilip Purushottam Chitre. He was born in 1938 and died in 2009. The foremost Indian poet published his first collection of poems in 1960, published his collected poems in 1990s in 3 volumes. Okay, now what is the special about his poems? Autobiographical in nature, convey variety of moods, managing from lyrical and meditative to the incantatory. Recollect a continuous crisis of inner life. His full name is Dilip Purushottam Chitre, 1938. He was born in 1938. He was died in 2009. His full name was Dilip Purushottam Chitre. He was the foremost Indian poet. He was the famous Indian poet. He published his first collected poems in 1960. അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ പോയറ്റ് ആയിരുന്നു. അദ്ദേഹം 1938 ജനിച്ചത്. 2009 മരിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ആരൊക്കെയായിരുന്നു? ഫോർമോസ്റ്റ് ഇന്ത്യൻ പോയറ്റ്സ് ആണ്, ക്രിറ്റിക്കാണ് ഓഫ് ദി പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റാണ്, ക്രിറ്റിക്കാണ് നമ്മുടെ ദിലീപ് ചിത്രേ. ഓക്കെ, പിന്നെ വേറെന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നോക്കൂ. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ഹിസ് പോയംസ്? ഓട്ടോബയോഗ്രഫിക്കൽ ഇസ് ഇൻ നേച്ചർ. ഓൾമോസ്റ്റ് ഓൾ ഓഫ് ഹിസ് പോയംസ് റിട്ടൺ ബൈ ചിത്ര ആർ ഓട്ടോബയോഗ്രഫിക്കൽ ഇൻ നേച്ചർ. ദെൻ അടുത്ത പോയിൻ്റ് എന്താണ്? കൺവേ വെറൈറ്റി ഓഫ് മൂഡ്സ് റേഞ്ചിങ് ഫ്രം ദ ലിറിക്കൽ ആൻഡ് മെഡിറ്റേറ്റീവ് ടു ദ ഇൻകാൻറ്റേറ്ററി. എല്ലാം ഒരു മ്യൂസിക്കിൻ്റെയും മെഡിറ്റേഷൻ്റെയും മന്ത്രങ്ങളായിരുന്നു. അങ്ങനൊരു വെറൈറ്റി മൂഡായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് ഉണ്ടായിരുന്നത്. ദേ റിഫ്ലക്റ്റ് ദ കണ്ടിന്യൂസ് ക്രൈസിസ് ഓഫ് ഇന്നർ ലൈഫ്. ഇന്നർ ലൈഫിലെ ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ ആ ഒരു പോയത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ നമുക്ക് എന്ത് പറയാം, അദ്ദേഹത്തിൻ്റെ പോയത്തിന് അദ്ദേഹത്തിൻ്റെ പോയംസിനൊരു ഓട്ടോബയോഗ്രഫിക്കൽ നേച്ചറും കൂടെ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദ ഹൗസ് ഓഫ് മൈ ചൈൽഡ്ഹുഡ് ഈസ് ആൻ ഓട്ടോബയോഗ്രഫിക്കൽ poem which is nostalgic in nature, at the same time it is autobiographical അല്ലേ. അതാണ് the poem set in the background of his ancestral home. ഈ ഒരു poem സെറ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ancestral homeൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്. He creates a large intense world from his emotions, especially his obsessions with life, madness and death. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കും മരണത്തെക്കുറിച്ച്, ഭ്രാന്തിനെക്കുറിച്ച്, ഡെത്തിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു റൈറ്റിങ്സ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇൻ എ ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റൈൽ, ഒരു പർട്ടിക്കുലർ സ്റ്റൈലിലായിരുന്നു അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. യൂസസ് എ ബിഗൈലിംഗ്ലി സിംപ്ലിസിറ്റിക് വേർഡ്സ് അല്ലേ. അട്രാക്റ്റീവ് ആയിട്ടുള്ള സിമ്പിൾ വേർഡ്സ് ആയിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ബിഗൈലിംഗ്ലി മീൻസ് അട്രാക്റ്റീവ്. ഹി യൂസസ് അട്രാക്റ്റീവ് സിംപ്ലിസിറ്റിക് വേർഡ്സ്. സിംപ്ലിസിറ്റി ആയിട്ടുള്ള വേർഡ്സ് ആയിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഈവൻ ദ ടൈറ്റിൽസ് ഫിൽ ദ മൈൻഡ് വിത്ത് പിക്ചേഴ്സ്. അദ്ദേഹത്തിൻ്റെ ടൈറ്റിലിൽ പോലും നമുക്ക് ഇമേജുകൾ കാണാൻ സാധിക്കുമായിരുന്നു. ഓക്കെ, വൺ ഓഫ് ദ ക്രിറ്റിക്സ് ഓഫ് ദ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയിലെ ഒരു ക്രിറ്റിക്ക് കൂടിയായിരുന്നു, നിരൂപകൻ കൂടിയായിരുന്നു അദ്ദേഹം. ബൈലിംഗ്വൽ റൈറ്റർ, റൈറ്റിംഗ് ഇൻ മറാത്തി ആൻഡ് ഇംഗ്ലീഷ്, 2 ഭാഷകളിൽ അദ്ദേഹം എഴുതുമായിരുന്നു. സോ അദ്ദേഹം ഒരു ബൈലിംഗ്വൽ റൈറ്ററും കൂടെ ആയിരുന്നു. Then he was also a painter, fiction writer, translator, etc. അദ്ദേഹം പെയിൻറ്റർ ആയിരുന്നു, ഫിക്ഷൻ റൈറ്റർ ആയിരുന്നു, ട്രാൻസ്ലേറ്റർ ആയിരുന്നു. He was prolifically translated prose and poetry. Most of the famous translation is of the elaborated 17th century മറാത്തി ഭക്തി പോയറ്റ് തുക്കാറാം. അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ഭക്തി പോയറ്റ് ആയിട്ടുള്ള തുക്കാറാമിൻ്റെ കവിതകൾ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഹി ഓൾസോ എഡിറ്റഡ് ആൻ ആന്തോളജി ഓഫ് മറാത്തി പോയട്രി. മറാത്തി പോയട്രിയുടെ കളക്ഷൻ ആയിട്ടുള്ള ആന്തോളജി അദ്ദേഹം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ദെൻ അയാളൊരു ഫിലിം റൈറ്റർ ആയിരുന്നു. അപ്പോൾ ആരൊക്കെയായിരുന്നു അയാൾ? ഫിലിം മേക്കർ ആയിരുന്നു, പോയറ്റായിരുന്നു, ക്രിറ്റിക്കായിരുന്നു, പെയിൻറ്റർ ആയിരുന്നു, ട്രാൻസ്ലേറ്റർ ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം എ ഫിലിം മേക്കർ. പ്രൊഫഷണൽ ഫിലിം കരിയർ സ്റ്റാർട്ടഡ് ഇൻ 1969. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷണൽ ഫിലിം കരിയർ സ്റ്റാർട്ട് ചെയ്തത് 1969ലാണ്. ഇയർ നോട്ട് ചെയ്ത് വെക്കട്ടോ. ഫിലിം റൈറ്റിംഗ് എന്നാണ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു കരിയറിലേക്ക് മാറിയത് 1969ലാണ്. വൺ ഫീച്ചർ ഫിലിം, ഡസൻ ഓഫ് ഡോക്യുമെൻ്ററി ഫിലിം, സെവറൽ ഷോർട്ട് ഫിലിംസ്, 20 വീഡിയോ ഡോക്യുമെൻ്ററി, ഇതെല്ലാം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫീച്ചർ ഫിലിം എഴുതിയിട്ടുണ്ട്, ഡോക്യുമെൻ്ററി എഴുതിയിട്ടുണ്ട്, ഷോർട്ട് ഫിലിംസ് എഴുതിയിട്ടുണ്ട്, വീഡിയോ ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ അറ്റ് ദ സെയിം ടൈം അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും കൂടെ ആയിരുന്നു. റോട്ട് സ്ക്രിപ്റ്റും കൂടെ അദ്ദേഹം എഴുതാറുണ്ടായിരുന്നു. ഹി ട്രാവൽഡ് ഇൻ ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, നോർത്ത് അമേരിക്ക, ഇൻറ്റീരിയേഴ്സ് ഓഫ് ഇന്ത്യ. അദ്ദേഹം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാവൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ ട്രാവൽഡ് വൈൽഡ്ലി ഇൻ ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് ആൻഡ് നോർത്ത് അമേരിക്ക ആസ് വെൽ ആസ് ദ ഇൻറ്റീരിയേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ടും ഏഷ്യ, യൂറോപ്പ്, നോർത്ത് അമേരിക്ക എന്നീ രാജ്യങ്ങളിലൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? യാത്ര ചെയ്തിട്ടുണ്ട്. ഓണററി പ്രസിഡൻറ്റ് ഓഫ് ദി സൺതീമർ കൾച്ചറൽ അസോസിയേഷൻ. സൺതീമർ കൾച്ചറൽ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം സ്ഥാനം നിർവഹിച്ചിട്ടുണ്ട് അല്ലേ. അദ്ദേഹം പിന്നെ ആരും കൂടിയായിരുന്നു? ഓഫ് വിച്ച് ഹി വാസ് ആൾസോ ഫൗണ്ടർ ട്രസ്റ്റി. ആ സൺതീമർ സൗണ്ടർ അസോസിയേഷൻ്റെ ഒരു ഫൗണ്ടർ ട്രസ്റ്റിയും കൂടിയായിരുന്നു നമ്മുടെ ദിലീപ് ചിത്രെ. ഹി ഡൈഡ് ഓൺ 10th December 2009 ഇൻ പൂനെ വിത്ത് ക്യാൻസർ. അദ്ദേഹം ക്യാൻസറായിട്ടാണ് മരിച്ചത് അല്ലേ. എന്നാണ്? December 10, 2009 ക്യാൻസർ എന്നുള്ള മാരകമായ അസുഖം വന്നിട്ടാണ് നമ്മുടെ ദിലീപ് ചിത്രെ മരണമടഞ്ഞത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം എന്ത് ചെയ്യുക? ഇൻട്രൊഡക്ഷനിൽ നിന്ന് നോക്കി വെക്കുക. ദ ഹൗസ് ഓഫ് മൈ ചൈൽഡ്ഹുഡ് ഈസ് ആൻ ഓട്ടോബയോഗ്രഫിക്കൽ പോയം, നൊസ്റ്റാൾജിക് ഇൻ നേച്ചർ. ദ പോയം സെറ്റ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ആൻസെസ്ട്രൽ ഹോം. നോക്കൂ, അബൌട്ട് ദി പോയം. ഇനി പോയത്തിനെ കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. Poem is an autobiographical nature, nostalgic in nature, set in the background of the ancestral home where the speaker spent his childhood days. സ്പീക്കർ എവിടെയായിരുന്നോ തൻ്റെ ചൈൽഡ്ഹുഡ് നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്? ആ ആൻസെസ്ട്രൽ ഹോമിലാണ് ഈ ഒരു പോയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഈസ് ട്രൈങ് ടു റികളക്ട് ദ പാസ്റ്റ് മെമ്മറീസ് ഇംപ്രിൻറ്റഡ് ഓൺ ഹിസ് മൈൻഡ്. അദ്ദേഹം ശ്രമിക്കുന്നത്, നമ്മുടെ പോയറ്റ് ഇവിടെ റികളക്ട് ചെയ്യുന്നത് പാസ്റ്റ് മെമ്മറീസ്, പഴയകാല മെമ്മറികൾ, ഇംപ്രിൻ്റായി കിടക്കുന്ന കൊത്തുപണിയായിട്ട് കൊത്തിവെക്കപ്പെട്ടിട്ടുള്ള പഴയകാല ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ കൊത്തിവെച്ചിട്ടുള്ള പഴയകാല ഓർമ്മകൾ മെമ്മറൈസ് ചെയ്യാണ് ഈ ഒരു പോയത്തിലൂടെ നമ്മുടെ ഓതർ. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നല്ലോണം കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക. ഫസ്റ്റ് എന്തൊക്കെയാണ് പോയിൻറ്റ്സ് എന്നൊന്നും കൂടെ നോക്കാം. ദിലീപ് ചിത്രെ ഒരു ഫേമസ് ആയിട്ടുള്ള ഫോർമോസ്റ്റ് ഇന്ത്യൻ പോയറ്റ് ആൻഡ് ക്രിറ്റിക് ഓഫ് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഹി വാസ് എ ബൈലിംഗൽ റൈറ്റർ റൈറ്റിംഗ് ഇൻ മറാത്തി ആൻഡ് ഇംഗ്ലീഷ്. പിന്നെ ഹി പബ്ലിഷ്ഡ് ഹിസ് ഫസ്റ്റ് കളക്ഷൻ ഓഫ് പോംസ് ഇൻ 1960. ഫസ്റ്റ് കളക്ഷൻ ഓഫ് പോയം എന്നാണ് പബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചാൽ 1960ലാണ്. ഈ ഒരു കളക്റ്റഡ് പോയംസ് 3 വോള്യത്തിലായിട്ട് പബ്ലിഷ് ചെയ്തത് 1990ലാണ്. പിന്നെ ട്രാൻസ്ലേറ്റർ ആയിരുന്നു തുക്കാറാമിൻ്റെ, മറാത്തി ഭക്തി പോയിട്ട് തുക്കാറാമിൻ്റെ കവിതകൾ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ട് പോയത്തിന് ഓട്ടോബയോഗ്രഫിക്കൽ നേച്ചറാണ്, സിംപ്ലിസിറ്റി വേർഡ്സാണ്, അട്രാക്റ്റീവാണ്. പിന്നെ നെക്സ്റ്റ് പെയിൻറ്ററാണ്, ട്രാൻസ്ലേറ്ററാണ് എന്നൊക്കെ പറഞ്ഞു. ദെൻ ഫിലിം മേക്കറാണ്, ഓണററി പ്രസിഡൻ്റാണ്,
പൂനെയിൽ മരിച്ചു. പോയത്തിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഓട്ടോബയോഗ്രഫിക്കൽ നേച്ചറാണ്, നൊസ്റ്റാൾജിക് നേച്ചറാണ്, സെറ്റ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ആൻസെസ്ട്രൽ ഹോം വേർ ദ സ്പീക്കർ സ്പെൻഡ് ദ ചൈൽഡ്ഹുഡ് ഡേയ്സ്. സ്പീക്കർ ചെറുപ്പത്തിൽ ചെലവഴിച്ച ആൻസെസ്ട്രൽ ഹോമാണ് ഈ ഒരു പോയട്രിയുടെ ബാക്ക്ഗ്രൗണ്ട്. ഹീസ് ട്രൈങ് ടു റീകളക്ട് ദ പാസ്റ്റ് മെമ്മറീസ് ഇംപ്രിൻറ്റഡ് ഓൺ ഹിസ് മൈൻഡ്. അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ കൊത്തിവെക്കപ്പെട്ടിട്ടുള്ള പഴയകാല മെമ്മറികളാണ് ഈ പോയത്തിലൂടെ മെമ്മറൈസ് ചെയ്യുന്നത്. Okay, now let's begin the poem. The house of my childhood. The house of my childhood stood empty on a grey hill, all its furnitures gone, except my grandmother's grindstone and the brass figurings of her gods. After the death of all birds' cries still fill the mind. After the city's erasure, a blur still peopled the air. In the colorless crack that comes before morning, in a place where nobody can sing, words distribute their silence among intricately clustered glyphs. സെക്കൻഡ് സ്റ്റാൻസ കൂടി ഞാൻ വായിച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ് നോക്കാം. ദ ഹൗസ് ഓഫ് മൈ ചൈൽഡ്ഹുഡ്, അല്ലേ? പോയത്തിൻ്റെ പേരെന്താണ്? ദ ഹൗസ് ഓഫ് മൈ ചൈൽഡ്ഹുഡ്. ആ ഒരു കുട്ടിക്കാലത്ത് പോയറ്റ് ജീവിച്ചിരുന്ന ആ ഒരു ആൻസെസ്ട്രൽ ഹോമിൻ്റെ കുറിച്ചിട്ടുള്ള റിഫ്ലക്ഷനാണ്, അല്ലേ? ദ ഹൗസ് ഓഫ് മൈ ചൈൽഡ്ഹുഡ് empty on a grey hill, all its furniture gone except my grandmother's grindstone and the brass figurings of her gods. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ചൈൽഡ്ഹുഡിൽ ഞാൻ താമസിച്ചിരുന്ന വീട് ഇപ്പോൾ എന്താണ്? സ്റ്റിൽ എംറ്റി. ഇപ്പോൾ അതെന്താണ്? സ്റ്റിൽ എംറ്റി എന്ന് പറയേണ്ട ആവശ്യമില്ല, അതിപ്പോൾ കാലിയായി കിടക്കുകയാണ്. അപ്പോൾ ഒരു പോയറ്റ് മേ ബി യാത്ര ചെയ്തതാവാം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് താമസിച്ചിരുന്ന വീടിലേക്ക്. അദ്ദേഹം വലുതായതിനു ശേഷം അദ്ദേഹം യാത്ര ചെയ്ത് പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആൻസെസ്ട്രൽ ഹോം എന്താണ്? എംറ്റിയാണ്, ആരുമില്ല, ഒഴിഞ്ഞു കിടക്കുകയാണ്. ഒരു ഡിസൊലേഷനാണ് അവിടെ ഫീൽ ചെയ്യുന്നത്, അല്ലേ? ആരുമില്ലാതെ ഒരു ഡിസപ്പോയിൻമെൻറ്റ്, ഒരു ഡിസൊലേഷൻ, ആരുമില്ലാത്ത അവസ്ഥ, ഒരു എംറ്റീനെസ് ആണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ലൈനിൽ തന്നെ കാണാൻ കഴിയുന്നത്. ഓൺ എ ഗ്രേ ഹിൽ, അടുത്ത ലൈനും ഒരു ഡിസൊലേഷനാണ് കാണിക്കുന്നത്. ഓൺ എ ഗ്രേ ഹിൽ, ഒന്നും വളരാത്ത ഒരു മൊട്ടക്കുന്നിലാണ് ആ വീടുള്ളത്. ഗ്രേ ഹിൽ ഇൻഡിക്കേറ്റ് ദ ഡിസൊലേഷൻ, എംറ്റിനെസ് ആൻഡ് ഡൾനെസ്. ഓക്കെ, ഈ ഒരു ഡൾനെസ് ആണ് ഗ്രേ ഹിൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോട്ട് ചെയ്യണം കേട്ടോ, പോയിൻറ്റ്സൊക്കെ ഇപ്പോൾ തന്നെ നോട്ട് ചെയ്ത് പോകണം. ഗ്രേ ഹിൽ, എംറ്റി, ഇതൊക്കെ ഡിസൊലേഷൻ, ഡൾനെസ്, എംറ്റീനെസ് ഒക്കെ കാണിക്കുന്ന വേർഡ്സുകളാണ്. ഓക്കെ, ഓൾ ഇറ്റ്സ് ഫേർണിച്ചർ ഗോൺ, എല്ലാ ഫർണിച്ചറും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ വീട്ടിൽ ഇല്ലാതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഫർണിച്ചറൊന്നും ഇപ്പം എന്തില്ല? ആ വീട്ടിൽ ഇല്ല. നോ ഫേർണിച്ചർ ടു റിസീവ് ദ പോയറ്റ്, അല്ലേ? പോയറ്റിനെ റിസീവ് ചെയ്യാനായിട്ട്, പോയറ്റിന് ഇരിക്കാനായിട്ടൊരു ഫർണിച്ചർ പോലും ഇന്ന് എവിടെ ഇല്ല? ആ വീട്ടിലില്ല. മൊത്തം എംറ്റിനെസ് ആണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ എന്തവിടെ ഉണ്ട്? എക്സെപ്റ്റ്, ഇതൊഴികെ എന്ന് പറയുന്നുണ്ട്, അല്ലേ? ഫർണിച്ചറൊന്നും അവിടെ ഇല്ല, പക്ഷേ എക്സെപ്റ്റ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഗ്രൈൻഡ് സ്റ്റോൺ, ഗ്രാൻഡ് മദറിൻ്റെ ആട്ടുകല്ല് എന്തുണ്ട്? അവിടെ ഉണ്ട്, ആട്ടുകല്ലും. പിന്നെന്താണുള്ളത് നോക്കൂ, ഗ്രാൻഡ് മദറിൻ്റെ ഗ്രൈൻഡ് സ്റ്റോണും ബ്രാസ് ഫിഗറിങ്സ് ഓഫ് ഹർ ഗോഡ്സ്, ചില ഗോഡ്സിൻ്റെ ബ്രാസ് ഓടുകൊണ്ടുണ്ടാക്കിയ പ്രതിമകളും ഒഴിച്ച് വേറെ ഒന്നും അവിടെ അല്ല, ബാക്കിയെല്ലാം എംറ്റിയാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഗ്രാൻഡ് മദറിൻ്റെ ഗ്രൈൻഡ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? thick revolving disc of abrasive material used for sharpening or polishing metal object. മെറ്റൽ ഒബ്ജക്റ്റ് എന്താണ്? ആ ഒരു കറക്റ്റായിട്ടുള്ള മീനിങ് ആണ് പറയുന്നത് കേട്ടോ. കട്ടുള്ള എന്തെങ്കിലും പോളിഷ് ചെയ്യാൻ, ഒബ്ജക്റ്റ് പോളിഷ് ചെയ്യാനും മിനുക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഗ്രൈൻഡ് സ്റ്റോൺ. ഇവിടെ എന്താണ്? ആട്ടുകല്ലാണ്. ഇതിൽ നിന്ന് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്താണ്? നമ്മുടെ ഗ്രാൻഡ് മദർ ഡിഷസൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആളായിരുന്നു. ഗ്രാൻഡ് മദർ ഈസ് എ ട്രഡീഷണൽ ലേഡി ഹു ലവ് ടു കുക്ക് ഡിഷസ്. ഈ ഒരു കാര്യം ആണ് നമുക്ക് എന്തിൽ നിന്ന് മനസ്സിലാവുന്നത്? ഗ്രൈൻഡ് സ്റ്റോൺ ഉണ്ട് ആ മൂമെൻ്റെ അടുത്ത്, ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ക്ലിയർ ആണ് എന്ത്? ഗ്രാൻഡ് മദർ ഈസ് എ
grandmother was a traditional lady who loved to cook dishes. അവൾക്ക് എന്താണ് ഡിഷസ് പലതരം ഡിഷസ് ഉണ്ടാക്കാനൊക്കെ നല്ല താല്പര്യമുള്ള ഒരു ട്രഡീഷണൽ ലേഡി ആയിരുന്നു. പിന്നെ ആട്ടുകല്ല് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ക്ലിയർ ആവും. ഷീ വർക്ക് ഹാർഡ് ടു മേക്ക് ഡിഷസ് അല്ലേ, അവൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു ഡിഷസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്നും ക്ലിയർ ആണ് അല്ലേ. അപ്പോൾ ഒരു റൂറൽ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ഓഫ് ദി ഗ്രാൻഡ് മദേഴ്സ് ഏജ് അല്ലേ, ആ ഒരു റൂറൽ വില്ലേജിൽ നടക്കുന്ന ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ഇവിടെ നമുക്ക് ക്ലിയർ ആണ്. പിന്നെ നെക്സ്റ്റ് ലൈനിൽ എന്താ പറയുന്നത് നോക്കൂ, ഫിഗറിങ്സ് ഓഫ് ഹർ ഗോഡ്സ്, ബ്രാസ് ഫിഗറിങ്സ്, നല്ല വില കൂടിയതാണ് ഓടിൻ്റെ ഫിഗറിങ്സ് അല്ലേ. ഫിഗറിങ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സ്മാൾ സ്റ്റാച്യു ഓഫ് ഹ്യൂമൻ ഫോം. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിൻ്റെ ഒരു മോഡൽ ഞാനിവിടെ പിക്ചർ ഇട്ടിട്ടുണ്ട്. ഹ്യൂമൻ ഫോമിലുള്ള സ്റ്റാച്ചു, ബ്രാസ് ഓട് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇരുമ്പിൻ്റെ അലോയിയാണ് ഓട്, അതുകൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് കാണാൻ സാധിക്കും ഷീ വാസ് എ റിലീജിയസ് ലേഡി. നമ്മുടെ ഗ്രാൻഡ് മദർ ഒരു റിലീജിയസ് ലേഡി ആയിരുന്നു. ഡിവോഷണൽ ആയിട്ടുള്ള ഒരു നല്ല ഡിവൈനായിട്ടുള്ള ക്യാരക്ടറുള്ള ഒരു ലേഡി ആയിരുന്നു നമ്മുടെ ഗ്രാൻഡ് മദർ. വർഷിപ്പ് ടു പ്ലീസ് ഡൈറ്റീസ് അല്ലേ, വർഷിപ്പിനെ സന്തോഷിപ്പിക്കുന്ന, വർഷിപ്പ് ചെയ്യാൻ ഡൈറ്റീസിനെ, ഗോഡിനെ വർഷിപ്പ് ചെയ്യുന്ന ഒരു ലേഡി ആയിരുന്നു നമ്മുടെ ഗ്രാൻഡ് മദർ നമുക്ക് ഈ ലൈനിൽ നിന്നും മനസ്സിലായി. പിന്നെ ബ്രാസ് മെറ്റൽ എന്നുള്ളത്, ഷീ ഈസ് പ്രൗഡ് ടു ഹാവ് ഡൈറ്റീസ് ഓഫ് ബ്രാസ് അല്ലേ, ബ്രാസിൻ്റെ ഡൈറ്റീസ് ഗോഡുള്ളതിന് അവൾ നല്ല പ്രൗഡാണ് എന്നുള്ളതും ഈ ഒരു ലൈനിൽ നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് സ്റ്റാൻസയിലുള്ളത്. ദ ഹൗസ് ഓഫ് മൈ ചൈൽഡ്ഹുഡ് സ്റ്റുഡ് എംപ്റ്റി ഓൺ എ ഗ്രേ ഹിൽ. അതൊരു മൊട്ടക്കുന്നിലൊന്നും വളരാത്തൊരു കുന്നിലാണ് എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഹൗസ് ഉള്ളത്. ഓൾ ഇറ്റ്സ് ഫേർണിച്ചർ ഗോൺ എക്സെപ്റ്റ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഗ്രൈൻഡ് സ്റ്റോൺ ആൻഡ് ദ ബ്രാസ് ഫിഗറിങ്സ് ഓഫ് ഹർ ഗോഡ്സ്. അപ്പോൾ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ദർ ഈസ് നോ ഫേർണിച്ചർ ടു റിസീവ് ഹിം ബട്ട് എക്സെപ്റ്റ് അവിടെ ബാക്കിയുണ്ട്, ഓൺലി ദ ഗ്രാൻഡ് മദേഴ്സ് ഗ്രൈൻഡ് സ്റ്റോൺ ആൻഡ് ദ ബ്രാസ് ഫിഗറിങ്സ് ഓഫ് ഹർ ഗോഡ്സ്, അവളുടെ ബ്രാസ് ഫിഗറിങ്സും. Now we look at the second stanza. After the death of all birds, bird cries still fill the mind. After the city's erasure, a blur still peopled the air. In the colorless crack that comes before morning, in a place where nobody can sing, words distribute their silence among intricately clustered glyphs. After the death of all birds, there was no ബേർഡ്സ് ടു കോൾ ഹിം. അവിടെ ഒരു കിളികൾ പോലും അവനെ മാടി വിളിക്കാനായിട്ടില്ല. നോ ബേർഡ്സ് ടു കോൾ ഹിം, പക്ഷേ ബേർഡ്സ് ക്രൈസ് സ്റ്റിൽ ഫിൽ ദ മൈൻഡ്. പക്ഷേ കുട്ടിക്കാലം കഴിഞ്ഞ് അഡൾട്ടായ സമയത്ത് ആൻസെസ്ട്രൽ ഹോം സന്ദർശിച്ച സമയത്ത് മൈൻഡിലുള്ള ഓർമ്മകളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ബേർഡ്സിൻ്റെ ക്രൈ സ്റ്റിൽ ഫിൽ ദ മൈൻഡ്, പക്ഷേ ആ പക്ഷികളുടെ കളകള ശബ്ദം ഇപ്പോഴും ആ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്, മൈൻഡിൽ ഫില്ല് ചെയ്ത് കിടക്കുന്നുണ്ട് അല്ലേ. ആഫ്റ്റർ ദ സിറ്റീസ് എറൈസർ എ ബ്ലർ സ്റ്റിൽ പീപ്പിൾ ദ എയർ. പക്ഷേ സിറ്റിയിലെ ലൈഫ് അല്ലേ, എറൈസർ എന്ന് കണ്ടോ, എറൈസർ എന്നുള്ള വാക്ക് അഡ്ജക്റ്റീവ്സ് ഓഫ് എറൈസിൻ്റെ അഡ്ജക്റ്റീവാണ് എറൈസർ. അപ്പോൾ സിറ്റി ലൈഫ്, ഗ്രാമം, വില്ലേജ് ലൈഫായിരുന്നു കുട്ടിക്കാലത്ത് നമ്മുടെ ദിലീപ് ചിത്രയ്ക്ക് അല്ലെങ്കിൽ സ്പീക്കറിന് ഉണ്ടായിരുന്നത്. പിന്നെ ആ ഒരു കാലം കഴിഞ്ഞ് അഡൽട്ടായ സമയത്ത് സിറ്റിയിലേക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ആയി മാറി താമസിച്ച സമയത്ത് കുറച്ചും കൂടെ ബിസിയായി. അവിടെ ആർട്ടിഫിഷ്യാലിറ്റി ആണുള്ളത് അല്ലേ, കംപ്ലീറ്റ് ആയിട്ട് പാക്കറ്റ് ഫുഡ്, അഗ്രികൾച്ചർ ഇല്ല, ദർ ഈസ് നോ കണക്ഷൻ ടു ദ അഗ്രികൾച്ചർ ആൻഡ് നേച്ചർ. കുറച്ച് നേച്ചറുമായിട്ടുള്ള കണക്ഷൻ കുറവാണ് ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ പോയിട്ട് തീർച്ചയായിട്ടും സിറ്റി ലൈഫായ സമയത്ത് ഒരു ആർട്ടിഫിഷ്യൽ ലൈഫാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ലൈഫ് നയിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ഓർമ്മകളും മായ്ച്ചു പോകും. ആ ഒരു സിറ്റി ലൈഫ് എറൈസ് ചെയ്യും. എന്നാലും എ ബ്ലർ സ്റ്റിൽ പീപ്പിൾ ദെയർ, എന്നാലും ചില ഓർമ്മകൾ മാത്രം മായ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ചില ഓർമ്മകൾ മാത്രം മനസ്സിൽ മാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
image of desolation. He sees no one in the house, everywhere is empty. എന്താണ് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എന്നാലും എ ബ്ലർ സ്റ്റിൽ പീപ്പിൾ ഇൻ ദെയർ, അൺക്ലിയർ ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇൻ ദ കളർലെസ് ക്രാക്ക് ദാറ്റ് കംസ് ബിഫോർ മോർണിംഗ്. നോക്കൂ, കളർലെസ് ക്രാക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, നോട്ട് ചെയ്യുക. കളർലെസ് ക്രാക്ക് കണ്ടോ, ഇത് ഇവിടെ അലിറ്ററേഷനാണ്, റിപ്പീറ്റേഷൻ ഓഫ് ദി കോൺസണൻറ്റ്. സി കളർലെസ്സിൻ്റെ സിയും ക്രാക്ക് സി, റിപ്പീറ്റേഷൻ ഓഫ് ദി കോൺസണൻറ്റ്, അലിറ്ററേഷൻ. ഓക്കെ, ഇതിലും എന്താണ് കളർലെസ് ക്രാക്ക് മീൻസ് ഇമേജ് ഓഫ് ഡിസൊലേഷൻ. ഹി സീസ് നോ വൺ ഇൻ ദി ഹൗസ്, ദ എവരിവെയർ ഈസ് എംപ്റ്റി എന്നാണ് കാണിക്കുന്നത് കേട്ടോ. കളർലെസ് ക്രാക്ക് എന്നുള്ളതിനോട് ഉദ്ദേശിച്ചത് എന്താണ്, മൊത്തം എംപ്റ്റി ആണ് എന്നുള്ളൊരു മീനിങ് തന്നെയാണ് കളർലെസ് ക്രാക്ക് എന്ന് പറഞ്ഞാൽ. നമുക്ക് കളർലെസ് അല്ലേ, ഹി സീസ് നോ വൺ ഇൻ ദ ഹൗസ്, എവരിവെയർ ഈസ് എംപ്റ്റി. ആ ഒരു ഇമേജാണ് കളർലെസ് ക്രാക്ക് എന്നുള്ളതിനോട് നമുക്ക് അണ്ടർസ്റ്റുഡ് ആവേണ്ടത്. അത് തന്നെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. കളർലെസ് ക്രാക്ക് ദാറ്റ് കംസ് ബിഫോർ മോർണിംഗ് ഇൻ എ പ്ലേസ് വെർ നോബഡി ക്യാൻ സിങ്. അവിടെ ആരുമില്ല പാട്ട് പാടാനായിട്ട്. വേർഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ദെയർ സൈലൻസ്. വേർഡ്സ് അതിൻ്റെ സൈലൻസ് പങ്കുവെക്കുന്നത്, ഷെയർ ചെയ്യുന്നത് ആരോടാണ്? എമംഗ് ഇൻട്രിക്കേറ്റ്ലി ക്ലസ്റ്റേർഡ് ഗ്ലിഫ്സ്, ഡീറ്റെയിൽഡ് ഗ്രൂപ്പ്. ഇൻട്രിക്കേറ്റ്ലി മീൻസ് ഡീറ്റെയിൽഡ് ഗ്രൂപ്പ് ഓഫ് എന്താണ് ഫോട്ടോഗ്രാഫ്. ഇൻഡിക്രേറ്റ്ലി ക്ലസ്റ്റേർഡ് ഗ്ലിഫ്സ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? സ്കൾപ്ചേർഡ് സിംബൽസ് അല്ലേ, പ്രതിമകളും കാര്യങ്ങളും നമ്മൾ അടുക്കടുക്കാക്കി വെച്ചിട്ടുള്ള ക്ലസ്റ്റേർഡ് ഗ്ലിഫ്സ് എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. അടുക്കി വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടാവില്ലേ, അതാണ് ക്ലസ്റ്റേർഡ് ഗ്ലിഫ്സ്. ഇൻട്രിക്കേറ്റ്ലി പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ഗ്രൂപ്പ് ഓഫ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ മേ ബി ഇത് വരും. വേർഡ്സ് ആരുമായിട്ടാണ് അവിടെ സൈലൻസ് ഷെയർ ചെയ്യുന്നത്? വേർഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ദെയർ സൈലൻസ് എമംഗ് ഇൻട്രിക്കേറ്റ്ലി ക്ലസ്റ്റേർഡ് ഗ്ലിഫ്സ്. അപ്പോൾ വേർഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ദെയർ സൈലൻസ് എമംഗ് ദ ഡീറ്റെയിൽഡ് ഗ്രൂപ്പ് ഓഫ് സ്കൾപ്ചർ. ഒരു സ്കൾപ്ചറൊക്കെ അടുക്കി വെച്ച പോലെയുള്ള ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ്, അല്ലെങ്കിൽ പിക്ചോഗ്രാഫ്സ് ആണ് ഇവിടെ ഉദ്ദേശിച്ചത്. എ ഗ്രൂപ്പ് ഓഫ് സിമിലർ തിങ്സ് പൊസിഷൻഡ് ക്ലോസ്ലി ടുഗദർ എന്നാണ് ക്ലസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? എ ഗ്രൂപ്പ് ഓഫ് സിമിലർ തിങ്സ് പൊസിഷൻഡ് ക്ലോസ്ലി ടു, സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ അടുക്കടുക്കി വെച്ചതിനാണ് ക്ലസ്റ്റേർഡ് എന്ന് പറയാം. പിന്നെ ഗ്ലിഫ്സ് എന്ന് പറഞ്ഞാൽ സ്കൾപ്ചർ, കൊത്തുപണി ആക്കിയതിൻ്റെ സിമ്പലുകൾ ഒക്കെയാണ് മീനിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വേർഡ്സ് ഇവിടെ ഒന്നേ മനസ്സിലാക്കാനുള്ളൂ. വേർഡ്സ് അവരുടെ എന്താണ് സൈലൻസ് ഡിസ്ട്രിബ്യൂട്ട്, അവിടെ ആരുമില്ല, അതുകൊണ്ട് ആരോട് സംസാരിക്കാനില്ല, അവിടെ ഒരു കിളി പോലും പാട്ട് പാടാനില്ല അല്ലേ. അതുകൊണ്ട് വേർഡ്സ് അതിൻ്റെ സൈലൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരോടാണ്? എന്താണ്, ഒരു ക്ലസ്റ്റേർഡ് ഗ്ലിഫ്സിനോടാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു പിക്ചോഗ്രാഫ് ഓർ സ്കൾപ്ചേർഡ് സിംബൽസിനോടാണ്. വേർഡ്സ് ഡിസ്ട്രിബ്യൂട്ട്സ് their silence among the sculptured symbol. Clustered glyphs means sculptured symbol. Okay. Now the last is stanza. My grandmother's voice shivers on a bare branch. I toddle around the empty house. Spring and summer are both gone, leaving an elderly infant to explore the rooms of age. നോക്കൂ, മൈ ഗ്രാൻഡ് മദേഴ്സ് വോയിസ് ഷിവേഴ്സ് ഓൺ എ ബെയർ ബ്രാഞ്ച്. ഇവിടെയും നമുക്കൊരു എംപ്റ്റിനെസ് കാണിക്കുന്ന ലൈൻ എന്താണ്? ബെയർ ബ്രാഞ്ച്, കിളികളൊന്നുമില്ല, മരത്തിൻ്റെ ചില്ലകളിൽ ഇരിക്കാനായിട്ട് കിളികളൊന്നുമില്ല. അപ്പോൾ മൈ ഗ്രാൻഡ് മദേഴ്സ് വോയിസ്, എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ സൗണ്ട്, ഷിവേഴ്സ് അവിടെ നിന്ന് വിറച്ചുകൊണ്ട് കേൾക്കുന്നുണ്ട്. ഓൺ എ ബെയർ ബ്രാഞ്ച്, ഒരു എംപ്റ്റി ബ്രാഞ്ചിൽ നിന്നും, ഒരു ഒഴിഞ്ഞ ബ്രാഞ്ചിൽ നിന്നും എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ സൗണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? കേൾക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഷിവറിങ് വോയിസ് ഓഫ് ഗ്രാൻഡ് മദർ കെയിം ഫ്രം ദ ബെയർ ബ്രാഞ്ച് ഓഫ് ദ ട്രീസ് അല്ലേ. ഷിവറിങ് സൗണ്ട് ഓഫ് ദി ഗ്രാൻഡ് മദർ കെയിം ഫ്രം ദ ബെയർ ബ്രാഞ്ച് ഓഫ് ദ ട്രീ. ബെയർ ആയിട്ടുള്ള ട്രീൻ്റെ ബ്രാഞ്ചിൽ നിന്നും ഗ്രാൻഡ് മദറിൻ്റെ വോയിസ് നമ്മുടെ ക്ലിയർ ആയിട്ട് കേൾക്കാനുണ്ട്. കാരണം എന്താണ്? ദിസ് ഈസ് എ നൊസ്റ്റാൾജിക് ഫീലിംഗ്. ദർ ഈസ് നോ ബേർഡ്സ് ടു സിങ്. അവിടെ ബേർഡ്സ് ഒന്നും പാട്ട് പാടാനായിട്ട് ഇല്ല. ഓക്കെ. Then I toddle around the empty house. Toddle around the empty house എന്ന് പറഞ്ഞാൽ മൂവ് വിത്ത് ഷോർട്ട്
ഷോർട്ട് ആൻഡ് അൺസ്റ്റഡി സ്റ്റെപ്സ് ലൈക്ക് എ യങ് ചൈൽഡ്. നോട്ട് ചെയ്ത് വെച്ചോ. മൂവ് വിത്ത് ഷോർട്ട് അൺസ്റ്റഡി സ്റ്റെപ്പ്, സ്റ്റേബിൾ അല്ലാത്ത സ്റ്റെപ്പ്. കുട്ടികളായിരിക്കുമ്പോൾ എന്താണ് നമ്മുടെ നല്ലോണം ഫുഡ് സ്റ്റെപ്പ് കറക്റ്റായിട്ട് അങ്ങോട്ട് എന്താണ് നിലത്ത് തട്ടാതെ ഇങ്ങനെ വേച്ച് ഇങ്ങനെ ആടി ആടി നടക്കൂലേ ചെറിയ കുട്ടികൾ. അപ്പോൾ കുട്ടിക്കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ടോഡിൽ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ടോഡിൽ, നോട്ട് ചെയ്യുക ആ വേർഡ്. ടോഡിൽ എന്നുള്ള വേർഡ്സ് കുട്ടിക്കാലത്ത് ഉള്ള ആ ഒരു നടത്തം അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. ഇറ്റ് ഷോസ് ദ നൊസ്റ്റാൾജിയ അല്ലേ. മൂവ് വിത്ത് ഷോർട്ട് അൺസ്റ്റഡി സ്റ്റെപ്പ് ലൈക്ക് എ യങ് ചൈൽഡ്. ഒരു ചെറിയ കുട്ടിയുടെ സ്റ്റെപ്പുകൾ നമ്മുടെ പോയറ്റ് വെച്ചിട്ട് ആ വീട് മൊത്തം ചുറ്റി നടന്നു. അപ്പോൾ ആ വീട് ചുറ്റി നടക്കുന്ന സമയത്തുള്ള ഫീലിംഗ് കംപ്ലീറ്റ് നൊസ്റ്റാൾജിയാണ്. അതുകൊണ്ടാണ് ടോഡിൽ അറൗണ്ട് എന്നുള്ള വേർഡ് പോയറ്റ് ഉപയോഗിച്ചത്. കാരണം ആ ഒരു ഇന്നസെൻറ്റ് സെർച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ദ പോയറ്റ് യൂസ് ദ വേർഡ് ഫോർ ഷോയിങ് ദ ഇന്നസെൻറ്റ് സെർച്ച് ഫോർ ദ ഇന്നസെൻറ്റ് സെർച്ച് അല്ലേ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ദ വേർഡ് ടോഡിൽ ഷോസ് ദ ഇന്നസെൻറ്റ് സെർച്ച് ഫോർ ദ ലോസ്റ്റ് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഓഫ് ദ പോയറ്റ് അല്ലേ. ഇന്നസെൻറ്റ് സെർച്ച് ഫോർ ദ ലോസ്റ്റ് ചൈൽഡ്ഹുഡ്. ഇന്നസെൻ്റായിട്ട് തിരയാണ് നഷ്ടപ്പെട്ടു പോയ കഴിഞ്ഞു പോയ ആ പാസ്റ്റ് ചൈൽഡ്ഹുഡ് മെമ്മറീസ്. പോയറ്റിൻ്റെ പാസ്റ്റ് ചൈൽഡ്ഹുഡ് മെമ്മറീസ് പോയറ്റ് എന്താണ് തിരയാണ് എന്നുള്ളതിനാണ് ഈ ഇന്നസെൻറ്റ് സെർച്ചിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടോഡിൽ അറൗണ്ട് എന്നുള്ള വേർഡ് പോയറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. ക്ലിയർ ആണോ? നോക്കൂ, സ്പ്രിങ് ആൻഡ് സമ്മർ ആർ ബോത്ത് ഗോൺ. പക്ഷേ എന്താണ് അവിടെ നടക്കുന്നത്? കാലചക്രം അങ്ങനെ കടന്നു പോവാണ് അല്ലേ. നമുക്ക് എന്ത് മനസ്സിലായി? ദ പാസേജ് ഓഫ് ടൈം അല്ലേ. ഇൻ ദിസ് ലൈൻ ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് ദ പാസേജ് ഓഫ് ടൈം. സ്പ്രിങ് ആൻഡ് സമ്മർ ആർ ബോത്ത് ഗോൺ. കാലം, സ്പ്രിങ്ങും സമ്മറും വസന്തവും എല്ലാം അങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ദേവ് ഗോൺ ലീവിങ് ആൻ എൽഡർലി ഇൻഫാൻറ്റ്. പക്ഷെ ആരെ ഒറ്റക്കാക്കിയിട്ടാണ്? ഈ ഓർമ്മകൾ. ലീവിങ് ആൻ എൽഡർലി ഇൻഫാൻറ്റ്. എൽഡർ ആണോ എന്ന് ചോദിച്ചാൽ കുട്ടി എന്താണ്? എൽഡറാണ്. പക്ഷേ കുട്ടിയുടെ മനസ്സെന്താണ്? ഇൻഫാൻറ്റിൻ്റെ മനസ്സാണ്. വളരെ ചെറിയ കുട്ടിയുടെ ആ ഓർമ്മകളും കാര്യങ്ങളുമാണ് ഈ ആൻസെസ്ട്രൽ ഹോമിൽ നിന്നും വരുന്നത്. അപ്പോൾ സ്പ്രിങ്ങും സമ്മറൊക്കെ കാലചക്രം ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. എങ്ങനെയാണ് കടന്നു പോകുന്നത്? ലീവിങ്, ബാക്കിയാക്കിക്കൊണ്ട്, ആൻ എൽഡർലി ഇൻഫാൻറ്റ്. ഇവിടെ ഏത് ഫിഗർ ഓഫ് സ്പീച്ചാണ് പോയറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്? എൽഡർലി ഇൻഫാൻറ്റ് ഈസ് ആൻ ഓക്സിമറോൺ. ഓക്സിമറോൺ ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള. ഓക്സിമറോൺ അല്ലേ. ഓക്സിമറോൺ എന്നുള്ള ഫിഗർ ഓഫ് സ്പീച്ചാണ് നമ്മുടെ പോയറ്റ് എൽഡർലി ഇൻഫാൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ 2 ഫിഗർ ഓഫ് സ്പീച്ചസ് ആണ് പഠിച്ചത്. ഒന്ന് കളർലെസ് ക്രാക്ക് അലിറ്ററേഷൻ. ഹിയർ വി ഹാവ് ദ ഓക്സിമറോൺ എൽഡർലി ഇൻഫാൻറ്റ്. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? ഇതൊരു ഓക്സിമറോൺ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും, ടൈം ഹാഡ് ടേക്കൺ എവേ സമ്മർ ആൻഡ് സ്പ്രിങ്. ടൈം ആരൊക്കെ എടുത്തു പോയിട്ടുണ്ട്? സമ്മറും സ്പ്രിങ്ങും ഒക്കെ വരും, അതൊക്കെ ടൈം കൊണ്ടുപോകും അല്ലേ. പാസേജ് ഓഫ് ടൈം ഇവിടെ നമുക്ക് ക്ലിയർ ആണ്. കാലം കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഓരോ ടൈമിനെ എടുത്തെടുത്ത് പോകുന്നുണ്ട്. നമ്മുടെ ചൈൽഡ്ഹുഡിനടുത്ത് പോകുന്നുണ്ട്. എന്നാലും ഓർമ്മകൾ മാത്രം അവിടെ ബാക്കി കിടക്കുന്നുണ്ട് അല്ലേ. ടൈം ഹാഡ് ടേക്കൺ എവേ സമ്മർ ആൻഡ് സ്പ്രിങ് വിത്ത് ഹിം, ലീവിങ് എൽഡർലി ഇൻഫാൻറ്റ് ടു ടോഡിൽ അറൗണ്ട് ദ ഹൗസ് ഫോർ ഫൈൻഡിങ് ദ ലോസ്റ്റ് ഏജസ്. എന്ത് തിരഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്? നഷ്ടപ്പെട്ടു പോയ കാലഘട്ടത്തിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കുട്ടി ടോഡിൽ അറൗണ്ട് ദ ആൻസെസ്ട്രൽ ഹൗസ് അല്ലേ. അപ്പോൾ സമ്മറും സ്പ്രിങ്ങൊക്കെ ബോത്ത് ഗോൺ ലീവിങ് ആൻ എൽഡർലി ഇൻഫാൻറ്റ്. ആ കുട്ടി എൽഡർലി ഇൻഫാൻറ്റിനെ ബാക്കി വെച്ചുകൊണ്ട് അവർ സമ്മറും സ്പ്രിങ്ങൊക്കെ കടന്നു പോയി. ഈ ഒരു കുട്ടി ഇപ്പോഴും എന്ത് ചെയ്യാണ്? ടോഡിൽ അറൗണ്ട് ചെയ്യാണ് ഫോർ എക്സ്പ്ലോറിങ് ദ റൂംസ് ഓഫ് ദി ഏജ് അല്ലേ. കണ്ടെത്താൻ വേണ്ടിയിട്ട്, എന്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട്? ദ ലോസ്റ്റ് ഏജസ്. നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഒരു പാസ്റ്റ് കുട്ടിക്കാലം അല്ലേ, പാസ്റ്റ് മെമ്മറികൾ അയവിറക്കിക്കൊണ്ട് കുട്ടി ടോഡിൽ അറൗണ്ട് ദി ഹൗസ്, ആ ഹൗസ് ചുറ്റിക്കാണാണ്. ഇത്രയുമാണ് ഈ ഒരു കവിതയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഫിഗർ ഓഫ് സ്പീച്ച് കംപ്ലീറ്റ് ആയിട്ട് നോക്കുക. പിന്നെ വേർഡ്സ് ഫസ്റ്റ് സ്റ്റാൻസയിൽ കാര്യമായിട്ട് എന്താണ് പറഞ്ഞത്? ഫസ്റ്റ് സ്റ്റാൻസയിൽ ഡിസൊലേഷൻ കാണിക്കുന്ന വേർഡ്സുകളിലെ എംറ്റിനെസ്, ഗ്രേ ഹിൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ എംറ്റിനെസ്, ഡൾനെസ്, ഡിസൊലേഷനൊക്കെയാണ് ഈ ഒരു ലൈൻ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ
ഗ്രാൻഡ് മദറിൻ്റെ ഗ്രൈൻഡ് സ്റ്റോൺ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഗ്രാൻഡ് മദർ ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു ലേഡിയാണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് ക്ലിയർ ആണ്. പിന്നെ ബ്രാസ് ഫിഗറിങ്സും നമുക്ക് മനസ്സിലായി. ഗ്രാൻഡ് മദർ ഡിവോഷണലാണ്, റിലീജിയസ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് എന്നുള്ളത് മനസ്സിലായി. ദെൻ ബേർഡ്സിൻ്റെ സിംഗിങ് ഇപ്പോഴും മൈൻഡിലുണ്ട്. അപ്പോൾ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഇംപ്രിൻറ്റഡ് ഓൺ ദ മൈൻഡ് ഓഫ് ദി പോയറ്റ്. പോയറ്റിൻ്റെ മൈൻഡിൽ കുട്ടിക്കാല ഓർമ്മകൾ ഇംപ്രിൻറ്റ് ചെയ്യാണ്. പോയറ്റ് ട്രൈ ടു റിക്കളക്ട് ദ പാസ്റ്റ് മെമ്മറീസ് ഓഫ് ഹിസ് ചൈൽഡ്ഹുഡ്. അതാണ് അവിടെ പോയിട്ട് റിക്കളക്ട് ചെയ്യാൻ നോക്കുന്നത്. പിന്നെ ഫിഗർ ഓഫ് സ്പീച്ച് എന്താണ് എറൈസ് ചെയ്യുന്നത്? മനസ്സിൽ നിന്നും എന്ത് ഓർമ്മകളാണ് കുട്ടിക്കാലത്ത് എറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നോക്കൂ. സിറ്റീസ് എറൈസർ, സിറ്റി ലൈഫ് ട്രൈങ് ടു എറൈസ് ദ പാസ്റ്റ് മെമ്മറീസ് അല്ലേ. എന്നാലും എ ബ്ലർ സ്റ്റിൽ പീപ്പിൾ ദ എയർ, ബ്ലറായിട്ടുള്ള ഓർമ്മകൾ ഇപ്പോഴും മനസ്സിലുണ്ട് അല്ലേ. പിന്നെ ഫിഗർ ഓഫ് സ്പീച്ച് കളർലെസ് ക്രാക്ക് അലിറ്ററേഷൻ. പിന്നെ നെക്സ്റ്റ് വേർഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ദെയർ സൈലൻസ് എമംഗ് ദ ക്ലസ്റ്റേർഡ് ഗ്ലിഫ്സ് അല്ലേ. ആ ഒരു ഫോട്ടോഗ്രാഫിനോട് പിക്റ്റോഗ്രാഫിനോടാണ്, അല്ലെങ്കിൽ പ്രതിമകൾ കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെയുള്ള ഒബ്ജക്റ്റുകൾ കൊണ്ടാണ് സൈലൻസ് ഷെയർ ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റാൻസ ഗ്രാൻഡ് മദറിൻ്റെ വോയിസ് ഷിവേഴ്സ് ഓൺ എ ബെയർ ബ്രാഞ്ച് എന്ന് പറയാൻ കാരണം ദർ ഈസ് നോ ബേർഡ്സ് ഫോർ സിങ് അല്ലേ. പാട്ട് പാടാനായിട്ട് ഒറ്റ ബേർഡ്സും ഇല്ല. പിന്നെ ടോഡിൽ അറൗണ്ട് എന്നുള്ള വേർഡ് നമ്മൾ എന്താണ് കാണിക്കുന്നത്? ആ ഒരു ഇന്നസെൻറ്റ് സെർച്ച് ഫോർ ദ ലോസ്റ്റ് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഓഫ് ദി പോയറ്റാണ് ഇവിടെ കാണിക്കുന്നത്. ദെൻ വി ഹാവ് ദ ഫിഗർ ഓഫ് സ്പീച്ച് എൽഡർലി ഇൻഫാൻറ്റ് ഈസ് ആൻ ഓക്സിമറോൺ. ദെൻ സ്പ്രിങ് ആൻഡ് സമ്മർ ആർ ബോത്ത് ഗോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി. ദിസ് ഷോസ് ദ പാസേജ് ഓഫ് ടൈം അല്ലേ. പാസേജ് ഓഫ് ടൈം, ടൈം ഹാഡ് ടേക്കൺ എവേ സമ്മർ ആൻഡ് സ്പ്രിങ് വിത്ത് ഹിം, leaving an elderly infant to toddle around the house ഫോർ ഫൈൻഡിങ് ദ ലോസ്റ്റ് ഏജസ്. ഓക്കെ, എങ്ങനെയാണ് സ്പ്രിങ്ങും സമ്മറും കടന്നു പോയത്? ലീവിങ്, വിട്ടേച്ചു കൊണ്ട്. ആരെവിടെ ഒഴിവാക്കി ഇട്ടിട്ടുണ്ട്? എൽഡർലി ഇൻഫാൻറ്റ്. ഇത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വേർഡ് ഒരുമിച്ച് വരുന്നതിനെയാണ് ടോക്സിമറോൺ എന്ന് പറയാം. രണ്ട് വിപരീത വേർഡുകൾ. എൽഡർ പറഞ്ഞാൽ വലുതും ഇൻഫാൻറ്റ് പറഞ്ഞാൽ കുട്ടിയാണല്ലോ. അപ്പോൾ ഈ ഒരു കുട്ടീനെ ഇവിടെ ബാക്കിയാക്കിക്കൊണ്ട് ഇങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റും എന്താണ്, മൈൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് കുട്ടി വലുതായിട്ടുണ്ടെങ്കിലും മൈൻഡ് കംപ്ലീറ്റ് ആയിട്ട് എന്താണ്, പഴയകാല ഓർമ്മകളാണ് ഈ ആൻസസ്ട്രൽ ഹോം വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോയറ്റിനുണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്ത് തിരഞ്ഞുകൊണ്ടാണ് ടോഡിൽ ചെയ്യുന്നത്? ടു എക്സ്പ്ലോർ ദ റൂംസ് ഓഫ് ദി ഏജ്, ടു എക്സ്പ്ലോർ ദ ഇംപ്രിൻറ്റഡ് ഇമേജസ് അറ്റ് ദ ടൈം ഓഫ് ചൈൽഡ്ഹുഡ്. ഓക്കെ, താങ്ക് യു, ബൈ.